വീട്ടില് അടുക്കളയിൽ കയറി തുടങ്ങി. നേരത്തെ പറഞ്ഞു പാചകം പഠിച്ചില്ല എന്ന് പറഞ്ഞു. ഇപ്പം എന്തായാലും അത്യാവശ്യം അങ്ങനെ എപ്പോഴും അടുക്കളയിൽ കയറുമല്ലേ. പാചകം എന്ന് പറയുന്ന മഹാസാഗരത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണ് തന്നെ. ചെറിയ കുട്ടിയാണ്. പിന്നെ ദൈവം സഹായിച്ച് ഇദ്ദേഹത്തിന് പാചകം ചെയ്യണമെന്നും ഇഷ്ടപ്പെടില്ല. ഞാനും നല്ല വീട്ടിലും സഹായിച്ചു. എന്താണ് അത് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി വൈഫ് ഉണ്ടാക്കണ തന്നെ കഴിക്കുള്ളൂ എന്നുള്ള നിർബന്ധമൊന്നുമില്ല. പുറത്തുനിന്ന് കഴിക്കുന്ന കൂടുതൽ ഇഷ്ടം. ഭാഗ്യവതിയാണ് ആ കാര്യത്തിൽ. അതുകൊണ്ടൊന്നും പഠിച്ചില്ല ഇതുവരെ. അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് ഞാൻ എല്ലാം പഠിപ്പിച്ചെടുത്തത്. കാര്യം ഞങ്ങള് മിക്കവാറും ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ ജോലിയും കഴിഞ്ഞ് എല്ലാ ഒരു 8:39 ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ ഫുഡ് അടിക്കാനായിട്ട് ഞങ്ങൾ കാർ എടുക്കും. ഞങ്ങൾ ഇറങ്ങി ട്രിവാൻഡ്രത്തുള്ള ഒരു 98% ഹോട്ടലിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു. എനിക്ക് ഓരോ സ്ഥലത്ത് ഓരോ മെനു ഉണ്ട്. ഞാൻ അവിടെ പോയി കഴിഞ്ഞാല് ഇപ്പൊ സബ്വേ എന്ന് പറഞ്ഞാൽ സബ്വേയിലുണ്ട്, ആംബ്രോസിയിലുണ്ട്, KFC-യിലുണ്ട്, സംസമിലുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ അവിടെ വിളിച്ചു കഴിഞ്ഞാൽ സാർ ഇതല്ലേ ഇങ്ങോട്ട് പറഞ്ഞു, മെനു കാർഡൊന്നും വേണ്ട. വിളിച്ച് പറഞ്ഞിട്ട് അവിടെ പോകുമ്പോഴത്തേക്കും പാഴ്സൽ അറിയാം. നാട്ടിൽ പോകുന്നോണ്ട് കൊള്ളാം. അല്ലെങ്കിൽ ഇവിടെ അവിടെ ഈ പറഞ്ഞ പോലെ മെനു ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് അറിയാം ഇന്നൊക്കെ ഉണ്ടാക്കുള്ളൂ. അതല്ലാതെ വേറൊന്നും ഭക്ഷണ കാര്യത്തിൽ ഞങ്ങള് കോംപ്രമൈസ് ചെയ്യില്ല. അന്നമാണ് നമ്മുടെ അന്ന മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ? ഓക്കെ. എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും വിഭവങ്ങളുണ്ടോ ഈസ്റ്ററിൽ തന്നെ? എന്തെങ്കിലും വെജിറ്റബിൾ ഉണ്ട് അധികം ഞാൻ അങ്ങനെയല്ല. പക്ഷെ ഇവിടെ വന്നിട്ടാണ് ഞാൻ അയ്യോ വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ടായിരിക്കും. രണ്ടുപേരും ഗ്ലാമറാണല്ലോ. ആരാ ഏറ്റവും ഗ്ലാമർ എന്ന് പറയണെങ്കിൽ പറഞ്ഞിട്ടാണ്. അയ്യോ അയ്യോ അതെ അതെ. ആരാണ് ഗ്ലാമർ എന്ന് പറയണം എങ്കിൽ എന്തെങ്കിലും ബിരിയാണി ഓഫർ ചെയ്താൽ വേണമെങ്കിൽ. അല്ല എന്തായാലും ഇനിയിപ്പോ പോകുന്ന ഇനി അവിടെ കൂത്താട്ടോളം പോകുന്നതിന് ഒരു ഡിസ്കഷൻ മാറ്ററായി. എന്താണ് പറയാത്തല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് ഈ ക്യാമറയുടെ മുന്നിൽ ഒരു പാട്ട് പാടിക്കുക എന്നുള്ള ലക്ഷ്യം എന്തായാലും ഉണ്ട്. എനിക്ക് ഈസ്റ്റർ ദിനത്തിൽ പാടിപ്പിക്കണമെന്നുണ്ട്. ഞങ്ങൾ പാടിയാൽ സുമി പാടുപെടും. ദൈവം സഹായിച്ചു ഞാൻ ആഗ്രഹിച്ചത് ജോഹാനെങ്കിലും അറ്റ്ലീസ്റ്റ് 2 വരി പാടാൻ പറ്റണേ. ഞാനിവൻ വയറ്റിലായിരുന്നപ്പോ തന്നെ ആലോചിച്ചു കാര്യം എന്താ അറിയാം, സ്കൂൾ കോളേജിലൊക്കെ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യുന്ന പാട്ട് പാടുന്നവരാ. കാര്യം ഒരു സെറ്റപ്പും വേണ്ട എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പൊ നമുക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ അതിന് പറ്റിയ സപ്പോർട്ടിങ്, അതിന് പ്രാക്ടീസ് വേണം, അതിന് ആ ഒരു പാട്ട് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് വേണം, കളിക്കാനുള്ള പ്ലാറ്റ്ഫോം വേണം. എന്നിട്ട് ഓഡിയൻസ് താഴെ ഇരുന്ന് അവർക്ക് ഒരു ഹൈറ്റിൽ നല്ല വിസിബിൾ ആണെങ്കിൽ മാത്രമേ ഒരു ഡാൻസ് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലെ ഒരു CD കൊണ്ടുവന്ന് ഒരു കരയൊക്കെ എഴുതിയിട്ട് അവരെ കിടന്ന് അടിച്ചു പൊളിച്ച് എല്ലാവരുടെയും ഒരു എന്താ ഒരു ഐ ക്യാച്ചിങ് പെർഫോമൻസ് ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം പാട്ട് പാടുന്ന ഒരു അതാണ് ശരിക്കും ഏറ്റവും ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാല് ആ ഒരു കഴിവ്. ജോഹാനെങ്കിലും പാടുപെടാതെ പാടട്ടെ. സുമി പാടും. ഞാൻ പാടും, പ്രശ്നമില്ല. ഇന്നേ ദിവസം പാടുമെന്നാണ് ആലോചിച്ചത്. ഇന്നത്തെ ദിവസം നമ്മുടെ പ്രേക്ഷകർക്ക് സുമിയുടെ ഭാഗം യോഗമാണ് കേട്ടോ നിങ്ങളുടെ. ഓക്കെ. എന്തായാലും ക്രിസ്തു ദൈവത്തെ സ്തുതിച്ച് പാടാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഒരു 4 വരി ട്രൈ ചെയ്യാം. നിങ്ങൾ പാടാത്ത ആൾക്കാരായിട്ട് എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടുണ്ട്. വാതിൽ തുറക്കൂ നീ കാലവേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപമേ, കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ, വാതിൽ തുറക്കൂ നീ കാലമേ. തൽക്കാലം ഇത്രയും മതി അല്ലേ? താങ്ക് യു. ഇത്രയും സംഗതിയോടുകൂടി നല്ല രീതിയിൽ ഇത്രയും പാടുന്ന ഒരാളാണ് ഞങ്ങളുടെ അടുത്ത് പാടുന്നുണ്ട്. പിന്നെ പാട്ട് തന്നെ വെറുത്ത് പോകണ്ടേ? ഭാഗ്യമായി അല്ലേ തന്നെയാ. ഈസ്റ്ററിന് വേറെ എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ, അതായത് ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ അറ്റ്മോസ്ഫിയർ കൊണ്ടുവരുന്ന ഒരു ദിവസമാണ്. കാരണം അന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെയൊക്കെ നാട്ടിലാണെങ്കിൽ എപ്പോഴും എല്ലാവരും വീട്ടിൽ കാണും, അല്ലെങ്കിൽ നേർച്ചകൾ അങ്ങനെ ഒത്തിരി പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ദിവസമായിരിക്കും. അപ്പം ഒരു പരസ്പരം സ്നേഹം, വീട്ടുകാർ തമ്മിലുള്ള സ്നേഹം, നെയ്ബേഴ്സ് തമ്മിലുള്ള സ്നേഹം, അതൊക്കെ കാണിക്കുന്ന ഒരു ദിവസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അപ്പം അങ്ങനെ ഒരു ദിവസമെങ്കിലും ഉണ്ടല്ലോ, കുറച്ച് ഒന്നല്ല, നമുക്ക് കേരളത്തിൽ ഒത്തിരി ദിവസങ്ങളുണ്ട് അങ്ങനത്തെ, പക്ഷെ അതിലൊരു ദിവസമാണ് ഈസ്റ്റർ. അപ്പം എല്ലാവരും സമാധാനപരമായിട്ട് വീട്ടിലിരുന്ന് എല്ലാ കുടുംബാംഗങ്ങളോടൊപ്പം നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് സന്തോഷപൂർവ്വം ഇരിക്കേണ്ട ഒരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനിടയിൽ ആ ഒരു മെസ്സേജ് കൊടുത്തതിനിടയിൽ ഞാൻ ചോദിക്കുകയാണ്, ഈ സമാധാനം, സ്നേഹം, ത്യാഗം എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ ഈ നമ്മുടെ ഈ ഒരു ഇറയിൽ അല്ലെങ്കിൽ ഈ ഒരു നൂറ്റാണ്ടില് കുറച്ച് കുറഞ്ഞു പോകുന്നില്ല? എല്ലാവരും മിക്സഡ് ആയിട്ട് വരുന്നു, പോകുന്നു. എല്ലാവരും സെൽഫ് സെന്റേഡ് ആണ്, ബിസിയാണ്, ടൈം കിട്ടാത്തതാണ്. പിന്നെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെ എന്ന് പറഞ്ഞാൽ അവനവരുടെ കാര്യം ശ്രദ്ധിക്കുന്നതിനേക്കാളും വേറൊരാളുടെ കാര്യം ശ്രദ്ധിക്കാനാണ് കൂടുതൽ ടൈം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഈസ്റ്റർ ഇങ്ങനെയുള്ള ഒരു ഫെസ്റ്റിവലിൽ നമ്മൾ പ്ലാൻഡ് ആയിട്ടെങ്കിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 100-ൽ 20% വ്യത്യാസം മേ ബി അറ്റ്ലീസ്റ്റ് ആ ആഴ്ച അല്ലെങ്കിൽ ആ മാസം അങ്ങനെ ഒരു വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാളടുത്ത് ഒരു ശത്രുതയുണ്ട്, ഇപ്പം ആ ശത്രുതയുണ്ട് ഇപ്പം പള്ളിയിൽ പോകുമ്പോഴും കേൾക്കുന്ന പ്രസംഗങ്ങളിലാണെങ്കിലും ഇത് ഇങ്ങനെ ഒരു മെസ്സേജസ് ആണ് കിട്ടുന്നത്. അപ്പം ഒരു 100-ൽ 20 പേര് ചിന്തിക്കും, ഈ പറയുന്ന പോലെ ദേഷ്യമുള്ള ഒരാളെ പറ്റി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ആ പിണക്കം മറക്കും. അത് ഒരു കുടുംബത്തിൽ, ഒരു സമൂഹത്തിൽ വരുമ്പോൾ ഒരുപാട് വ്യത്യാസം വരും. ഒരുപക്ഷെ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളൊക്കെ അതിനുവേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചെറിയൊരു പരിമിതമായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ പല ആഘോഷങ്ങളും മാറാതെ ഇനിയും അല്ലെ തുടർന്നുള്ള നമ്മുടെ പുതിയ തലമുറയും ഒക്കെ തന്നെ ആ ഒരു രീതിയിൽ ആഘോഷങ്ങളിലെല്ലാം ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെയും ഇതിന്റെ ഭാഗമായി മാറ്റുക എന്നുള്ളതാണ് നിങ്ങളോടൊപ്പം എനിക്കും പറയാനുള്ളത് റിക്വസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ എന്തായാലും പ്രേക്ഷകർക്ക് നിങ്ങൾ രണ്ടുപേരുടെയും പറയാം, നിങ്ങളുടെ കുടുംബത്തിൽ നമ്മുടെ സ്പെഷ്യലി നമ്മുടെ ജോഹാൻ ഇത്രയും നേരമൊക്കെ പിടിച്ചിരുന്നു, ഇനിയിപ്പോ പറ്റില്ല എന്നുകൊണ്ട് പുറത്തു പോയതാണ്. ഞങ്ങളുടെ 3 പേരുടെ വകയായിട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരു ഈസ്റ്റർ വിഷ് കൊടുക്കാം. എല്ലാ ACV പ്രേക്ഷകർക്കും എന്റെയും ധന്യയുടെയും സുമിയുടെയും ഞങ്ങളുടെ ജോഹാന്റെയും ഹാപ്പി ഈസ്റ്റർ.